ഇവിടെ കഴിവുള്ളവരുണ്ട്. ഇവിടെ കഴിവുള്ളവരുടെ കഴിവ് വെച്ചിട്ട് ഇവിടുത്തെ ലീഗ് നന്നാവണം. അതാ വേണം. തീർച്ചയായും ഗോകുലം ഐ ലീഗിൽ കളിച്ചിട്ട് ചാമ്പ്യന്മാരായിട്ട് ISL കളിക്കണം എന്നാണ് ഒരു ആഗ്രഹം. അപ്പോൾ അത് എങ്ങനെയാണെന്നായാലും അതിലെ ടോപ്പ് ഡിവിഷനിൽ ഗോകുലം കളിക്കണം എന്നാണ് ആസ് എ ഫാൻസ് ഞങ്ങളുടെ ആഗ്രഹം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബീബ് അഷ്റഫ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് IMS സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഗോകുലം FC vs ഐസ്വാൾ FC മാച്ച് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കളി കാണാൻ പോകാം. നമ്മളോടൊപ്പം കുറച്ച് ഗോകുലം കേരള FC ആരാധകർ ചേരുന്നു. മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സീസണിൽ ഇതുവരെ 2 ജയം മാത്രം ആണ് നേടാനായത്. പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഈ ഒരു സീസണിലെ പ്രകടനം എങ്ങനെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്? സീസണിലെ പ്രകടനം എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നിരാശരാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് പ്രതീക്ഷയിലായിരുന്നു ഈ സീസൺ തുടങ്ങിയത്. തുടക്കത്തിലുള്ള കളികളൊക്കെ നമ്മൾ ഡ്രോ ആണെങ്കിലും കൂടി നല്ല മികച്ച കളി കളിച്ചിട്ടാണ് നല്ല ടീമുകളോട് ഡ്രോ പിടിച്ചത്. അപ്പോൾ നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചു പോയി. എന്നിരുന്നാലും കൂടി ടീമിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നു. അതായത് അതിൽ മെയിനായിട്ട് വന്ന സ്ട്രൈക്കേഴ്സിന്റെ അഭാവം. അതിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ ജർമ്മനെ വെച്ചിട്ടായിരുന്നു കളിച്ചത്. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ അന്തരീക്ഷം ഈ ഒരു അറ്റ്മോസ്ഫിയറായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു പ്രശ്നം വന്നതിൻ്റെ ആയിരുന്നു പുള്ളി ആദ്യം പോയി. പിന്നെ പുള്ളിക്ക് നമ്മൾ വേറെ കൊണ്ടുവന്നവർ അങ്ങനെ 3-4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർത്തർ വന്നു. പിന്നെ ഇടയ്ക്ക് റിസർവ് ടീമുള്ള സഭ കളിച്ചു. സഭ 1-2 കളി നന്നായിട്ട് കളിച്ചു. പക്ഷെ സഭയ്ക്ക് അവൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവനും നമുക്ക് പോരാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഫിനിഷിങ്ങിലുള്ള അഭാവം കൊണ്ടാണ് ഇതിലിടയ്ക്ക് പരിക്ക് വന്നു. ഗനിക്ക് പരിക്ക് വന്നു. പിന്നെ ഇതിലിടയ്ക്ക് സസ്പെൻഷൻസ് വന്നു, കാസ്ട്രോയ്ക്കും മറ്റുമൊക്കെ. അങ്ങനെ മൊത്തത്തിലൊന്നും ഒലഞ്ഞു. അതുപോലെ ഇടയ്ക്ക് മുഡേമോസയ്ക്കും സസ്പെൻഷൻ വന്നു. അങ്ങനെ ടീമിന് ടീം കഴിയുന്ന പോലെയൊക്കെ പരിശ്രമിച്ചു. നമ്മൾ ഹാപ്പി അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും കൂടി നമ്മൾ മികച്ച തുടക്കം കിട്ടിയിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതാണ് ഒരു വിഷമം. അതിന് കാരണങ്ങളുണ്ട്. പിന്നെ ഭാഗ്യമില്ല, ദൗർഭാഗ്യം, അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം സൂപ്പർ കപ്പ് പോലുള്ള ടൂർണമെന്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്വാളിഫയേഴ്സ് വഴിയായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളൊരു. അപ്പം അതില് എങ്ങനെയാണ് സൂപ്പർ കപ്പില് എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? സൂപ്പർ കപ്പിൽ എന്താ പറയാ, ഒരു നല്ല സ്റ്റാർട്ടിങ് അതിലുണ്ടാകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടി സെറ്റ് ആയിട്ട് ലാസ്റ്റ് കളിച്ച കളി ഈ കളിയും മോശമല്ല. നല്ല കളി, നല്ല കോർഡിനേഷൻ ഉണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ കളി നല്ല കോർഡിനേഷൻ ഉണ്ട്. അപ്പൊ സൂപ്പർ കപ്പിലേക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പം പുതിയ വന്ന താരമാണ് മാർക്കസ് ശരിക്കും കുറച്ചുകൂടി മുന്നേ വരേണ്ടിയിരുന്നു കളിയിൽ. കാരണം നല്ല കളിയാണ് കളിക്കുന്നത്. ഇന്നത്തെ ഗോൾ തന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും മാർക്കസിന്റെ ഒരു വേൾഡ് ക്ലാസ് ഗോളാണ് നേരത്തെ കണ്ടത്. ഇവിടെ നിന്ന് കർവ് ചെയ്തിട്ട് ഫ്രീ കിക്കാണ് ഡയറക്റ്റ് ഗോൾ. ഇന്ന കളികളിൽ കുറെ എണ്ണത്തിൽ തന്നെ കളിച്ചാലൊക്കെ സ്കോർ ചെയ്യാൻ മാർക്കസിന് പറ്റിയിട്ടുണ്ട്. നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ വർഷം ഹെൻറി അവസാന നിമിഷം വന്ന ഹെൻറിയുടെ അതേ ഒരു സ്ഥാനത്തൊക്കെ മാർക്കസ് വന്നേക്കുന്നത്. നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കപ്പിന് മുതൽക്കൂട്ടാണ്. അത് അതൊരു സംശയമില്ല. അല്ല, ഇപ്പൊ നമ്മുടെ ടീമിലുള്ള ഒരു പോരായ്മ എന്താണ്? ടീമിലിപ്പം മുഴച്ചു നിൽക്കുന്ന ഒരു പോരായ്മ ടീമിൽ ഇപ്പോന്നല്ല, എപ്പോഴും മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളാണ് മുഴച്ചു നിൽക്കാറ്. ഫിനിഷിംഗ് നമുക്ക് ഇപ്പൊ മാർക്കസോട് വന്നവിടെ വലിയ ഒരു പ്രശ്നമല്ലാതായിട്ടുണ്ട്. പിന്നെ ഗോൾ കീപ്പിങ്ങും ഡിഫൻസും ഒക്കെ എപ്പോഴും നമ്മൾ എബോ ആവറേജ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മുകളിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ മിഡ്ഫീൽഡാണ് നമുക്ക് കളി നടക്കാത്ത രീതി. പൊതുവെ എല്ലാ ടീമിലും അതാ പ്രശ്നം പറ്റി. ഇവിടെ അത് തന്നെയാണ് മിഡ്ഫീൽഡിൽ. പക്ഷെ ഇപ്പം അത്യാവശ്യം മിഡ്ഫീൽഡിൽ കോർഡിനേഷൻ വന്നിട്ടുണ്ട്. പുതിയ പ്ലേയേഴ്സ് ഗോർബെ വന്നതിന് ശേഷം മിഡ്ഫീൽഡ് അർജന്റീനയുടെ കളിച്ചിട്ടുള്ള ബ്രസീലിലെ പ്ലെയർ കാസ്ട്രോ ഉണ്ട്. സസ്പെൻഷൻ കാരണം ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ കളി റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് കാസ്ട്രോ കൂടി ഉണ്ട്. കാസ്ട്രോ നല്ല പ്ലെയർ ആണ്, നല്ല പാസിങ്ങും ഒക്കെ ആയിട്ട്. ഇപ്പം ഐ ലീഗ് ഇപ്പൊ ഒരു അവസാനത്തെ സീസൺ ആണെന്ന് പറയുന്നുണ്ട്. അടുത്ത സീസൺ മുതൽ ഐ ലീഗും ISL കൂടെ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു ലീഗ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഗോകുലം ഒരു ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുമോ? എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രതീക്ഷ? തീർച്ചയായും ഗോകുലം ഐ ലീഗിൽ കളിച്ചിട്ട് ചാമ്പ്യന്മാരായിട്ട് ISL കളിക്കണം എന്നാണ് ഒരു ആഗ്രഹം. ഐ ലീഗ് മോശമെന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് അവരുടെ ഒരു ഇതനുസരിച്ച് ഐ ലീഗ് ഒഴിവായിട്ട് വേറൊരു ലീഗ് തന്നെ വരികയാണ്, ഫോം ആവണമെന്നാണ് പറയണത്. അപ്പോൾ അത് എങ്ങനെയാണെന്നായാലും അതിലെ ടോപ്പ് ഡിവിഷനിൽ ഗോകുലം കളിക്കണം എന്നാണ് ആസ് എ ഫാൻസ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ ഒരു പുതിയ, അതായത് ഇപ്പൊ നമ്മുടെ കോച്ച് ബിനോ ജോർജ് ആണ്. അദ്ദേഹം ഒരു മോശക്കാരനാണെന്നല്ല പറയുന്നത്. എന്നാലും ഒരു വിദേശ കോച്ച്, ലാറ്റിൻ അമേരിക്കനോ സ്പാനിഷ് കോച്ചുകളോ അങ്ങനെ ഒരു ഇതിനോട് ഇടയ്ക്ക് അദ്ദേഹം സാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുറത്താകെ പോകുന്നു, അതൊക്കെ ഒരു റൂമറുകൾ കേട്ടിരുന്നു.
അതൊക്കെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിനോദ് സാറിനെ സംബന്ധിച്ചിടത്തോളം വിനോദ് സാർ മോശമാണെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ നല്ല മലയാളിയായ കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ടാക്ടിക്സുകളുണ്ട്. അതിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ സാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് കളി മോശമാകുമ്പോൾ പൊതുവെ വരുന്ന റൂമേഴ്സ്, അതൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്ലേയേഴ്സിനെ കിട്ടിയാൽ അദ്ദേഹത്തിന് ഇനിയും മാജിക് കാണിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഫാൻസ് ആണെന്നുള്ളതിൽ ഞങ്ങൾക്കുണ്ട്. പുതിയ കോച്ചിന് വെറുതെ വിദേശത്തുനിന്ന് നമ്മൾ ഒരാളെ വെറുതെ ഇമ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കഴിവുള്ളവരുണ്ട്. ഇവിടെ കഴിവുള്ളവരുടെ കഴിവ് വെച്ചിട്ട് ഇവിടുത്തെ ലീഗ് നന്നാവണം. അതാ വേണ്ടത്.